മണിശങ്കർ അയ്യരൊക്കെ കാലഹരണപ്പെട്ട ആളുകളാണ്. അവർക്ക് ആർക്കും ഈ പാർട്ടിക്കകത്ത് ഒരു കാര്യം, ഈ പാർട്ടിയിലില്ല, ഞങ്ങളുടെ പാർട്ടിയിലില്ല. അത് വാടകയ്ക്ക് കിട്ടുന്ന നിലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആര് വാടകയ്ക്ക് വിളിച്ചാലും പോകുന്ന സ്ഥിതിയാണ്. അതൊന്നും വലിയ ഗൗരവമുള്ള കാര്യം. എൻ്റെ ഇതിനകത്ത് ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടുന്ന് പുറത്താക്കുന്നത്? അങ്ങനെ ആർക്കും വേണമെങ്കിലും പറയാം, പക്ഷെ പാർട്ടിക്കകത്തില്ല, പാർട്ടിയിൽ സ്ഥാനത്തുമില്ല. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വാടകയ്ക്ക് പോകുന്ന ആളുകളാണ്. ആര് വിളിച്ചാലും പോയി അവർക്ക് അനുകൂലമായിട്ട് പറയും. ഞങ്ങളങ്ങനെ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചില്ല. ഇവിടെ ഞങ്ങളങ്ങനെ തീരുമാനിച്ചില്ല. ഞങ്ങളുടെ സീറ്റുകളെ ഒന്നും തീരുമാനിച്ചില്ലല്ലോ. അല്ല, അവർ വരുന്നെങ്കിൽ നല്ല കാര്യമാണ്. പി കെ ശശി വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും, ഒരു സംശയവും വേണ്ട. സുരേഷ് വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇനിയും പലരും വരും. സീറ്റ് കൊടുക്കുകയില്ല എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. അല്ല, തീരുമാനിക്കാത്ത അല്ല, അത് വരട്ടെ, അത് വരട്ടെ. അയ്യോ, അല്ല, അവരോടുള്ള സ്നേഹത്തിന് നന്ദി. അല്ല, പി കെ ശശി കോൺഗ്രസിൽ ചേർന്നെന്ന് ആരാ പറഞ്ഞേ? സി പി എമ്മിനോടുള്ള അദ്ദേഹത്തിൻ്റെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുകയായിരിക്കും. എന്താ നിലപാടെന്ന് വരട്ടെ, നോക്കാം നമുക്ക്. കെ വി തോമസിനെ എത്രമാത്രം എതിർത്ത സി പി എം? ഇപ്പം അവിടെ മുഖ്യമന്ത്രി തൊട്ടടുത്തിരിക്കാൻ പോലും മറ്റുള്ളവർക്ക് അവസരമില്ലാതിരിക്കുകയല്ലേ? അല്ല, അത് വേറെ കാര്യം. അത് ഞങ്ങൾ ആലോചിച്ചാണ്. പി കെ ശശി ഒരു നിലപാടെടുത്ത് ഇതുവരെ വന്നിട്ടില്ലല്ലോ, എന്നിട്ട് സംസാരിക്കാം. അത് പ്രതിപക്ഷ നേതാവ് നിഷേധിച്ച കാര്യമാണ്. പ്രതിപക്ഷത്തോട് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ മദ്യത്തിൻ്റെ വ്യാപനം വർദ്ധിപ്പിക്കാനുള്ള ഈ നടപടികളൊന്നും ശരിയല്ല. ഒരു ഭാഗത്ത് മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ടുവരാൻ നോക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ്. വിമുക്തിയെപ്പറ്റി പറയുന്നവരാണ്. മദ്യത്തിൻ്റെ ബാറുകളുടെ സമയം നീട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് പ്രതിപക്ഷമായിട്ട് ഒരു ആലോചന നടത്തിയില്ല എന്ന് വ്യക്തമായി തന്നെ വി ഡി സതീശൻ പറഞ്ഞ കാര്യമാണ്. ഒരു തീരുമാനമായിട്ടില്ല. അല്ല, അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എം പിമാർ മത്സരിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇതുവരെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങളുടെ വിലയിരുത്തൽ 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്നാണ്. കാരണം അതിന് കാരണമുണ്ട്. നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര ഒഴിച്ചെല്ലാം UDF ജയിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20ൽ 18 ജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയമുണ്ടായി. അപ്പം ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കാത്തിരിക്കുന്നു. കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേവലാതിയാണ് മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. എത്ര കോടികളാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പം തന്നെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയിലാണ് 150 കോടി രൂപയാണ് പരസ്യത്തിന് മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ ജോലി പരസ്യം കൊടുക്കുകയാണോ? അപ്പോൾ എത്ര ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും, ഈ ഗവൺമെൻറ്റിൻ്റെ മുഖം എത്ര വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും മുഖം നന്നാവില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഗവൺമെൻറ് ഈ പാഴ്വേലയാണ് ചെയ്യുന്നത്. UDF അധികാരത്തിൽ വരും എന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കേരളത്തെ അപമാനിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണിത്. ഒന്നാം കേരള സ്റ്റോറിയിൽ വന്ന കാര്യങ്ങളൊന്നും കേരളവുമായി ബന്ധമുള്ളതല്ല. ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാടാണ്. ജനങ്ങളിൽ പരസ്പരം വെറുപ്പും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കാനുള്ള നീക്കമാണിത്. ഇതിൻ്റെ പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിനെ നമ്മളെല്ലാവരും ചേർന്ന് എതിർക്കണം. കേരളം മതസൗഹാർദ്ദവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ്. അങ്ങനെ തന്നെ അത് തുടരുകയും വേണം. അതിനെ തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഞാൻ കഴിക്കാറില്ല. ഞാൻ വെജിറ്റേറിയനാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ബീഫ് ആര് കഴിക്കുന്നത്, എന്ന് കഴിക്കാൻ ഞാൻ എതിരല്ല. ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. കഴിക്കേണ്ടാത്തവർക്ക് കഴിക്കാതിരിക്കാം, അല്ലേ? താൻ കഴിക്കൂ. നല്ലതാണ്, കഴിക്കണം. കെ ബാബു വളരെ മാതൃകാപരമായ, കെ ബാബുവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു മാതൃകാപരമായ തീരുമാനമാണ്. തൻ്റെ ഇനി ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ല
എന്നുള്ള തീരുമാനം ഞങ്ങളോടൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. വളരെ നല്ലതാണ്. അദ്ദേഹത്തിന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. ബാബു മാറുമ്പോൾ തൃപ്പൂണിത്തുറയിൽ ഉടൻ പുതിയ സ്ഥാനാർത്ഥി വരുമോ അതോ അതിന് തീർച്ചയായിട്ടും വരുമല്ലോ. അത് പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ? അത് ആര് വേണമെന്നുള്ളത് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. ഇതൊരു തീരുമാനം എടുത്തിട്ടില്ല. ഈ സർക്കാരിന്റെ ടൗൺഷിപ്പ് ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോഴും വാഗ്ദാനം പാലിക്കുകയാണ് സർക്കാർ. എവിടെയാണ് ടൗൺഷിപ്പ്? വയനാട്ടിൽ. നമ്മൾ രാഹുൽ ഗാന്ധി 26-ാം തീയതി കോൺഗ്രസിൻ്റെ വീടുകളുടെ തറക്കല്ലിടാൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 26-ാം തീയതി വരികയാണ്. ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം പാലിക്കും. അതിനുവേണ്ടി സ്ഥലം കിട്ടാൻ അല്പം ലേറ്റായതാണ്. ഞങ്ങൾ ആദ്യം ധരിച്ച് ഗവൺമെൻറ് സ്ഥലം തരുന്നില്ല. അപ്പം ഞങ്ങൾ തന്നെ സ്ഥലം വില കൊടുത്ത് വാങ്ങി അവിടെ രാഹുൽ ഗാന്ധി കല്ലിടുകയാണ്. പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളും പൂർത്തിയാക്കും.